ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു റാങ്ക് എക്സൽ PSC. SCRT ന്യൂ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ 10th പ്രിലിംസിന് വേണ്ടുന്ന SCRT ചാപ്റ്റേഴ്സിന്റെ മോക്ക് ടെസ്റ്റ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 9th സോഷ്യൽ സയൻസ് പാർട്ട് 2 ജോഗ്രഫിയിലെ യൂണിറ്റ് 3 ഭൗമചരിത്രം ഉറങ്ങുന്ന പീഠഭൂമി എന്ന ചാപ്റ്റർ റിലേറ്റഡ് മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കപ്പോൾ മോക്ക് ടെസ്റ്റിലോട്ട് കിടക്കാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒന്ന് കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഈ വീഡിയോസ് കിട്ടുന്നതിനായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമുള്ളതാണ് ഈ ഭൂവിഭാഗം. ഈ പീഠഭൂമിക്ക് ഒരു വ്യക്തമായ ചതുരാകൃതിയാണ് ഉള്ളത്. അപ്പൊ മേൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് അല്ലെങ്കിൽ ഏവയാണ്? അപ്പൊ ഇതില് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഈ പീഠഭൂമിക്ക് എന്താണ് ചതുരാകൃതിയാണോ? ചതുരാകൃതിയല്ല, ഉപദ്വീപീയ പീഠഭൂമി ത്രികോണ സമാനമായിട്ടുള്ള ഒരു ഭൂപ്രകൃതി വിഭാഗമാണ്. ഡെക്കാൻ പീഠഭൂമിയെ കുറിച്ചുള്ള പ്രസ്താവനകളെ വിലയിരുത്തുക. തെക്ക് എന്ന അർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. മഹാദിയോ കുന്നുകൾ, മൈക്കലാ നിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ തെക്കേ അതിരുകളായി നിലകൊള്ളുന്നു. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം ഡെക്കാൻ ട്രാപ്പ് എന്നറിയപ്പെടുന്നു. ഇത് ബസാൾട്ട് ശിലകളാൽ നിർമ്മിതമാണ്. ഈ മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുള്ളത്. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. മഹാദിയോ കുന്നുകളും മൈക്കലാ നിരകളും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരുകളായിട്ടാണ് നിലകൊള്ളുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന റിഗർ കറുത്ത മണ്ണിനെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ബസാൾട്ട് ശിലകൾ അപക്ഷയം സംഭവിച്ചാണ് ഈ കറുത്ത മണ്ണ് രൂപപ്പെടുന്നത്. ഈ മണ്ണിന് ജലസംഭരണ ശേഷി വളരെ കുറവാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഈ മണ്ണിൽ ഇരുമ്പ്, ചുണ്ണാമ്പ്, അലുമിനിയം തുടങ്ങിയ ധാതുക്കൾ അടങ്ങിയിരിക്കുന്നു. മേൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇതിലും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1ഉം 3ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോ ജലസംഭരണ ശേഷി എന്താണ്? വളരെ കൂടുതലാണ്. ജലസംഭരണ ശേഷി ഉള്ളതാണ് കറുത്ത മണ്ണ്. പശ്ചിമഘട്ടത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ പശ്ചിമഘട്ടം വ്യാപിച്ചു കിടക്കുന്നു. വടക്കു നിന്നും തെക്കോട്ട് പോകും തോറും പശ്ചിമഘട്ടത്തിലെ മലനിരകളുടെ ഉയരം കുറഞ്ഞു വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ ഉയരാണ് പറഞ്ഞിട്ടുള്ളത് 2695 മീറ്റർ. അപ്പൊ ഇതില് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1, 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. മലനിരകൾ, രണ്ടാമത്തെ പ്രസ്താവനയില് മലനിരകളുടെ ഉയരം കുറഞ്ഞു വരുന്നു എന്നുണ്ട്. കുറഞ്ഞു വരികയല്ല, കൂടി വരികയാണ് ചെയ്യുന്നത്. ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്തിന്റെ ആകെ വിസ്തൃതി ഏകദേശം എത്രയാണ്? 12 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 20 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ, 7.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. മഹാരാഷ്ട്രയിൽ പശ്ചിമഘട്ട മലനിരകൾ അറിയപ്പെടുന്ന പേരെന്ത്? സഹ്യാദ്രി, നീലഗിരി, ആനമല, ഏലമല. ഇതിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, സഹ്യാദ്രി. ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ചുറ്റും പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ടതുമായ പീഠഭൂമികൾ ഏത് വിഭാഗത്തിൽ പെടുന്നു?
വൻകര പീഠഭൂമികൾ, പർവ്വതപാത പീഠഭൂമികൾ, പർവ്വതാന്തര പീഠഭൂമികൾ, ലാവ പീഠഭൂമികൾ. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പർവ്വതാന്തര പീഠഭൂമികളാണ്. ഇന്റർ മൗണ്ടൻ പ്ലേറ്റോ ആണ്. മധ്യ ഉന്നത തടത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന വിശാലമായ പീഠഭൂമി പ്രദേശമാണ് മധ്യ ഉന്നത തടം. ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അതിര് അരാവലി പർവ്വതനിരയാണ്. മധ്യ ഉന്നത തടത്തിന്റെ ഭാഗമായ മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് അബു ആണ്. മേൽ പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇതില് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. പൂർവഘട്ടത്തെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഒഡീഷയിലെ മഹാനദീതടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ വരെ ഏകദേശം 800 കിലോമീറ്റർ നീളത്തിലാണ് പൂർവഘട്ടം വ്യാപിച്ചു കിടക്കുന്നത്. പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് ഉയരം കൂടിയ മലനിരകളാണ് പൂർവഘട്ടത്തിലുള്ളത്. ഉപദ്വീപീയ നദികൾ മുറിച്ചു കടക്കുന്നതിനാൽ പൂർവഘട്ടം ഒരു തുടർച്ചയായ മലനിരയല്ല. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 1ഉം 3ഉം മാത്രമാണ് ശരി. ഉയരം കുറഞ്ഞ മലനിരകളാണ്, ഉയരം കൂടിയതല്ല. പൂർവഘട്ടത്തിൽ ഉയരം കുറഞ്ഞ മലനിരകളാണ് കാണപ്പെടുന്നത്. മധ്യ ഉന്നത തടത്തെയും അരാവലി മലനിരകളെയും കുറിച്ചുള്ള പ്രസ്താവനകൾ. അരാവലി പർവ്വതനിരകൾ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ്. മധ്യ ഉന്നത തടത്തിലെ മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് അബു. അരാവലി മലനിരകളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഗുരുശിഖ. അപ്പൊ മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതില് ഓപ്ഷൻ സി മൂന്നാമത്തെ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരുവുകളോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങൾ മഴനിഴൽ പ്രദേശങ്ങൾ എന്നറിയപ്പെടുന്നു. ഇതില് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉപദ്വീപീയ നദികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഉപദ്വീപീയ ഇന്ത്യയിലെ പ്രധാന ജലവിഭാജകം പശ്ചിമഘട്ടമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പൊതുവായ ചെരിവ് പടിഞ്ഞാറു നിന്നും കിഴക്കോട്ടേക്കാണ്. കിഴക്കോട്ടൊഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികളായ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയെല്ലാം അറബിക്കടലിലാണ് പതിക്കുന്നത്. ഇതിലെ ഓപ്ഷൻ എ 1, 2 എന്നിവ മാത്രം ശരിയാണ്. അറബിക്കടലിലല്ല, ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. പശ്ചിമഘട്ടവും പൂർവഘട്ടവും തമ്മിൽ സംഗമിക്കുന്നത് എവിടെ വെച്ചാണ്? ആനമല, പളനി കുന്നുകൾ, നീലഗിരി കുന്നുകൾ, ഏലമല. ഇതിലെ ഓപ്ഷൻ സി നീലഗിരി കുന്നുകളാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ സംരക്ഷണ മേഖലയായ നീലഗിരി കുന്നുകൾ താഴെ പറയുന്ന ഏത് സംസ്ഥാനങ്ങളിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കർണാടക, കേരളം, കർണാടക, കേരളം, ഗോവ, തമിഴ്നാട്, കർണാടക, തെലങ്കാന. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. തമിഴ്നാട്, കർണാടക, കേരളം. ധാതു വിഭവങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും സമ്പന്നമായതിനാൽ ഇന്ത്യയുടെ ധാതു വിഭവങ്ങളുടെ കലവറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭാഗം ഏതാണ്? മാൾവ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ലഡാക്ക് പീഠഭൂമി. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. 2 നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരെന്ത്? ജലവിഭാജകം, നീർവാർച്ച പ്രദേശം, നദീതടം, ഡെൽറ്റ. ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ജലവിഭാജകം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലിയ നദിയായ ഗോദാവരിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക.
മഹാരാഷ്ട്രയിലെ നാസിക് എന്ന സ്ഥലത്തു നിന്നാണ് ഗോദാവരി നദി ഉത്ഭവിക്കുന്നത്. ഈ നദി ദക്ഷിണ ഗംഗ എന്നും അറിയപ്പെടുന്നു. പ്രാണഹിത, ഇന്ദ്രാവതി, ശബരി എന്നിവ ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ്. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇതില് ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പടിഞ്ഞാറോട്ടൊഴുകുന്ന ഉപദ്വീപീയ നദികളായ നർമ്മദ, താപി എന്നിവയെക്കുറിച്ചുള്ള പ്രസ്താവനകൾ വിലയിരുത്തുക. നർമ്മദ, താപി എന്നീ ഇരു നദികളും ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. നർമ്മദ നദിയിലെ പ്രശസ്തമായ ഒരു വെള്ളച്ചാട്ടമാണ് ദുവാന്താർ വെള്ളച്ചാട്ടം. ഹിരൺ, ബഞ്ചാർ എന്നിവ താപി നദിയുടെ പ്രധാന പോഷക നദികളാണ്. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 3 മാത്രം, 1, 2 എന്നിവ മാത്രം, 2 മാത്രം, 1, 3 എന്നിവ മാത്രം. ഇതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 3 മാത്രമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഹിരൺ, ബഞ്ചാർ നർമ്മദ നദിയുടെ പോഷക നദികളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ നിത്യഹരിത അല്ലെങ്കിൽ ഇലപൊഴിയും വനങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഉപദ്വീപീയ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്നത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. വാർഷിക മഴ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ ഇവയെ ആർദ്ര ഇലപൊഴിയും കാടുകളെന്നും വരണ്ട ഇലപൊഴിയും കാടുകളെന്നും രണ്ടായി തിരിക്കാം. തേക്ക്, സാൽ, ശിശം, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ആർദ്ര ഇലപൊഴിയും കാടുകളിൽ പൊതുവായി കാണപ്പെടുന്നു. ഈ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ശരിയായ പ്രസ്താവനകൾ ഏവ? ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കാവേരി നദീജല തർക്ക പരിഹാര ട്രൈബ്യൂണലിന്റെ അന്തിമ വിധി പ്രകാരം കേരളത്തിന് അനുവദിച്ച വെള്ളത്തിന്റെ അളവ് എത്രയാണ്? 419 TMC, 270 TMC, 30 TMC, 7 TMC. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 30 TMC ആണ് കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. 270 കർണാടകത്തിനാണ്. അതുപോലെ തന്നെ 419 TMC തമിഴ്നാടിനാണ്. 7 TMC പുതുച്ചേരിക്കാണ്. കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിക്കാണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ നദീതട പദ്ധതിയും അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് തെറ്റായ ജോഡി ഏത്? ഹിരാക്കുഡ് ഒഡീഷ, തുംഗഭദ്ര കർണാടക, സർദാർ സരോവർ ഗുജറാത്ത്, നിസാം സാഗർ കർണാടക. ഇതില് ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള ജോഡി. നിസാം സാഗർ ആന്ധ്രാപ്രദേശിലാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ ആർദ്ര ഇലപൊഴിയും കാടുകളിൽ സാധാരണയായി ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് എത്രയാണ്? 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ, 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ, 200 സെന്റിമീറ്ററിൽ കൂടുതൽ, 70 സെന്റിമീറ്ററിൽ താഴെ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെയാണ്. കർണാടകത്തിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രധാന ഉപദ്വീപീയ നദി ഏതാണ്? കൃഷ്ണ, കാവേരി, ഗോദാവരി, മഹാനദി. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. കാവേരി. ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണുകളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട് അവിടെ തന്നെ നിലനിൽക്കുന്ന മണ്ണുകളാണ് തനതിട മണ്ണുകൾ. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത മണ്ണ് തദ്ദേശീയ മണ്ണിന് ഒരു ഉദാഹരണമാണ്. നദികളാലോ കാറ്റുകളാലോ ഒഴുക്കിക്കൊണ്ടുവന്ന് നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണ് വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിന് ഉദാഹരണമാണ്. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ സസ്യജാലങ്ങളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. വാർഷിക മഴ ലഭ്യത 75 സെന്റിമീറ്ററിൽ കുറവുള്ള പീഠഭൂമി പ്രദേശങ്ങളിലാണ് ഉഷ്ണമേഖലാ മുൾക്കാടുകൾ കാണപ്പെടുന്നത്. പീഠഭൂമിയിലെ ഉയർന്ന മലനിരകളായ നീലഗിരി, പളനി, ആനമല എന്നിവിടങ്ങളിലെ ചോലവനങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളെ ഉപോഷ്ണ സസ്യജാലങ്ങൾ എന്ന് വിളിക്കുന്നു. ചോലവനങ്ങൾ പൊതുവെ 1500 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശങ്ങളിലാണ് കാണപ്പെടുന്നത്. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇതില് ഓപ്ഷൻ ഡി ആണ് എല്ലാ പ്രസ്താവനകളും ശരിയാണ്.
ഉപദ്വീപീയ പീഠഭൂമിയിലെ കാപ്പി കൃഷിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിൽ കാപ്പി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കർണാടകയാണ്. ഇന്ത്യയിലെ ആകെ കാപ്പി ഉൽപാദനത്തിന്റെ ഏകദേശം 59% കർണാടകത്തിൽ നിന്നാണ്. കാപ്പി ഉൽപാദനത്തിൽ 2-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം കേരളമാണ്. ഇതില് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ലീച്ചിങ് പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന മണ്ണ് ഏതാണ്? കരിമണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ്. ഇതിൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ലാറ്ററൈറ്റ് മണ്ണ്. താഴെ നൽകിയിരിക്കുന്നവയിൽ ഏത് ധാതുവിന്റെ സാന്നിധ്യമാണ് ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകാൻ പ്രധാന കാരണം? അലുമിനിയം, ഇരുമ്പ്, നൈട്രജൻ, ഫോസ്ഫറസ്. ഇതിൽ ഓപ്ഷൻ ബി ഇരുമ്പാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഇന്ത്യയിലെ ആകെ തേയില ഉൽപാദനത്തിന്റെ എത്ര ശതമാനമാണ് പീഠഭൂമി മേഖലകളിൽ പ്രത്യേകിച്ച് നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ടത്തിലും നിന്ന് ലഭിക്കുന്നത്? 59%, 71%, 25%, 44%. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 25%. ചമ്പൽ നദിയും അതിന്റെ പോഷക നദികളും ചേർന്ന് മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ഉണ്ടാക്കുന്ന തുടർച്ചയായ അപരദന പ്രക്രിയയിലൂടെ രൂപപ്പെടുന്ന ബാഡ്ലാൻഡ് ടോപ്പോഗ്രഫി അറിയപ്പെടുന്ന പേരെന്ത്? ചോലവനങ്ങൾ, റവൈൻസ്, ഡെൽറ്റ, കായലുകൾ. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, റവൈൻസ്. ഇന്ത്യയിലെ പരുത്തി കൃഷിയെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പരുത്തി ഒരു ഖാരിഫ് വിളയാണെങ്കിലും ഉപദ്വീപീയ ഇന്ത്യയിൽ ഒക്ടോബർ മാസത്തോടെ കൃഷി ആരംഭിച്ച് ജനുവരി മുതൽ മെയ് വരെയുള്ള മാസങ്ങളിലാണ് വിളവെടുപ്പ് നടത്തുന്നത്. പരുത്തിച്ചെടിയുടെ വളർച്ചയുടെ ഏത് ഘട്ടത്തിലും മഞ്ഞുണ്ടാകുന്നത് പരുത്തിയുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പരുത്തി കൃഷിക്ക് 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും ആവശ്യമാണ്. മേൽപ്പറഞ്ഞ പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1ഉം 3ഉം മാത്രമാണ് ശരി. ഇപ്പൊ പരുത്തിച്ചെടിയുടെ വളർച്ചയുടെ ഘട്ടത്തില് മഞ്ഞ് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് പ്രസ്താവനയാണ് ശരി. അപ്പൊ ഇവിടെ രണ്ടാമത്തെ പ്രസ്താവനയിൽ മഞ്ഞുണ്ടാകുന്നത് ഗുണകരമാണ് എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രസ്താവന തെറ്റാവാൻ കാരണം. ധാതുക്കളുടെ ലഭ്യതയിൽ വളരെ മുന്നിൽ നിൽക്കുന്നതിനാൽ ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ ഭൂവിഭാഗം ഏതാണ്? മാൾവ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ലഡാക്ക് പീഠഭൂമി. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. താഴെ നൽകിയിരിക്കുന്നവയിൽ പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയിൽ 1ഉം 2ഉം സ്ഥാനങ്ങളിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങൾ യഥാക്രമം ഏവ? മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട്, മധ്യപ്രദേശ്, ഗുജറാത്ത്. ഇതിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1-ാം സ്ഥാനം ഗുജറാത്തും 2-ാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. ഉപദ്വീപീയ ഇന്ത്യയിൽ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥയും ഉയർന്ന തോതിൽ സുക്രോസ് അംശവും നൽകുന്ന പീഠഭൂമി പ്രദേശം ഏതാണ്? മാൾവ പീഠഭൂമി, ബന്ദേൽഗഡ് പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇതില് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഡക്കാൻ പീഠഭൂമി. രാജസ്ഥാനിലെ അരാവലി നിരയും അതിനോട് ചേർന്ന് കിടക്കുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും ഉൾപ്പെടുന്ന വടക്കു പടിഞ്ഞാറൻ ധാതു മേഖലയിൽ പ്രധാനമായും കാണപ്പെടുന്ന ധാതുക്കൾ ഏതെല്ലാം? ഇരുമ്പയിര്, കൽക്കരി, ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മാംഗനീസ്, ബോക്സൈറ്റ്, സ്വർണം, ക്രോമൈറ്റ്. ഇതില് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം. അപ്പോൾ 35 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ഇട്ടിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇനി ഇതിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമന്റിലൂടെ അറിയിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത മോക്ക് ടെസ്റ്റ് ആയിട്ട് കാണാം. ഓക്കെ.